നമസ്കാരം. ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വിജയം. ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ടോസ് നേടിയ കിവീസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. നിശ്ചിത 50 ഓവറിൽ അവർ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എടുത്തു. 252 റൺസ് വിജയലക്ഷ്യത്തിലിറങ്ങിയ ഇന്ത്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മികവിലാണ് വിജയം നേടിയത്. ഈ വിജയത്തോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ 3 വിജയം നേടുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫിയിൽ 2000-ൽ കിവീസിനോടേറ്റ പരാജയത്തിനുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു ഇന്ത്യയുടെ വിജയം. ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ 2020-ൽ കപ്പുയർത്തിയത് നാം കണ്ടതാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ മറ്റൊരു ICC ചാമ്പ്യൻ പട്ടം കൂടി നേടിയിരിക്കുകയാണ് ഇന്ത്യ. നേരത്തെ ബാറ്റിംഗ് തുടങ്ങിയ കിവികൾക്ക് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ഇന്ത്യൻ സ്പിന്നർമാർ പന്തെറിയാനെത്തിയതോടെ കഥ മാറി. പിന്നീട് തുടരെ 3 വിക്കറ്റ് വീണത് ന്യൂസിലൻഡ് സ്കോർ മന്ദഗതിയിലാക്കി. ചാമ്പ്യൻസ് ട്രോഫിയിൽ 2000-ൽ ഇരു ടീമുകളും ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ ന്യൂസിലൻഡിനായിരുന്നു വിജയം. 2000-ലേറ്റ പരാജയത്തിനുള്ള മധുര പ്രതികാരം തീർക്കുന്നതായി ഇന്ത്യയുടെ ഇന്നത്തെ വിജയം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 83 ബോളിൽ 76 റൺസും ഗിൽ 50 ബോളിൽ 31 റൺസും നേടി. വിരാട് കോഹ്ലി 2 പന്തിൽ 1 റൺസും നേടി. വിരാട് കോഹ്ലി നേരിട്ട ബ്രേസ്വെല്ലിൻ്റെ രണ്ടാമത്തെ പന്തിൽ വിക്കറ്റിന് മുൻപിൽ കുടുങ്ങുകയായിരുന്നു. ശ്രേയസ് അയ്യർ 62 ബോളിൽ 48 റൺസും നേടി. KL രാഹുൽ പുറത്താകാതെ 34 റൺസ് നേടി. കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. കിവീസ് നിരയിൽ ബ്രേസ്വെൽ, സാന്നർ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഡാരിൽ മിച്ചൽ 101 ബോളിൽ 63 റൺസും ബ്രേസ്വെൽ പുറത്താകാതെ 53 റൺസ് നേടി. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വിജയം. ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ കൂടുതൽ ICC ട്രോഫി നേടുന്ന ക്യാപ്റ്റനായി രോഹിത് ശർമ്മ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വിജയം. ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്.